ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഗാർഡനൊക്കെ ക്ലീൻ ചെയ്തിട്ട് രാവിലെ ഗാർഡനിൽ നിന്നുള്ള ദൃശ്യമാണ് ഇതിൽ കാണുന്നത്. ഇന്നലെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേയുള്ള വീഡിയോ ആണ് ഇത്. ഇതുപോലെയൊക്കെയായിരുന്നു നമ്മുടെ ചെടികൾ നിന്നിരുന്നത്. ഇനി നമുക്ക് കുറച്ച് അടുക്കി നന്നായി വയ്ക്കാം. തറയിൽ 2-3 ചെടികൾ നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് നിർത്തുന്നു. അതുകൂടാതെ ഒരു തെറ്റിയുണ്ടായിരുന്നു, അതും എടുത്ത് തറയിൽ നട്ടു. തറയിൽ നടുകയാണെങ്കിൽ തെറ്റിയിൽ ധാരാളം പൂക്കളുണ്ടാകും. ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിന് പൂക്കളുമുണ്ട്. നമ്മളുടെ ഗാർഡൻ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയത് ഇതുപോലെയൊക്കെ കിടക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി അടുക്കി വയ്ക്കണം. റോസയും തെറ്റിയും അങ്ങനെ പലതരത്തിലുള്ള ചെടികൾ ഇതിലുണ്ട്. ഗാർഡൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണിത്. ഇവിടെ ചെടികളെല്ലാം നമ്മൾ പോട്ടിലും പിന്നെ കുറച്ച് ഹൈറ്റ് വയ്ക്കാത്ത ചെടികൾ ഈ റോസ നട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ പലതരത്തിലുള്ള ചെടികൾ ഞാൻ നട്ടിട്ടുണ്ട്. ചെമ്പരത്തിയും റോസയും അങ്ങനെ എല്ലാ തരത്തിലുള്ള ചെടികളും ഇവിടെ ഒരടുക്കായി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും സ്ഥലം തികയാതെയായി. അതുകൊണ്ട് തന്നെ ഞാൻ 2 ലെയറായാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു ലെയർ കാണാം. ഇവിടെ വെച്ചിരിക്കുന്ന റോസകളിൽ കൂടുതലും നാടൻ റോസയാണ്. പന്നീർ റോസയും റോസ് കളറിലുള്ള റോസയും വെള്ള റോസയും റെഡ് റോസയും ഇങ്ങനെ പലതരത്തിലുള്ള കളറിലുള്ള റോസകൾ എൻ്റെ കയ്യിലുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ ചൈനീസ് ബാൾസവും ഇലച്ചെടികളും ഒക്കെയുണ്ട്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ലെയർ മനസ്സിലാവും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലെയർ. ഇവിടെ നമ്മുടെ ഹൈഡ്രാഞ്ചി നിൽപ്പുണ്ട്. ഹൈഡ്രാഞ്ചി കുറച്ച് ദിവസമായി പൂത്തിട്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഹൈഡ്രാഞ്ചിക്കൊക്കെ പൂക്കുവാനുള്ള വളം ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഫ്ലവറുള്ള ചെടികൾ മാത്രമല്ല ഇലച്ചെടികളുമുണ്ട്. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൂക്കളുള്ള ചെടികളോടാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ? നിങ്ങൾക്ക് ഇലച്ചെടികളാണോ പൂക്കളുള്ള ചെടികളാണോ ഇഷ്ടം? നിങ്ങൾ ഇതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തും. ഇതിനോടൊപ്പം കറ്റാർ വാഴയും ഞാൻ നട്ടിട്ടുണ്ട്. ഇത് എൻ്റെ വെർട്ടിക്കൽ ഗാർഡനിൽ നിന്നുള്ള ദൃശ്യമാണ്. ചെടികൾ വൃത്തിയാക്കുന്നതിനിടയ്ക്ക് അതിനടുത്ത് നിൽക്കുന്ന റംബൂട്ടാനും കൂടി നമ്മൾ കോതുന്നു. പക്ഷേ നമ്മൾ ചെറുതായിട്ട് കുറച്ച് വെട്ടാമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അത് മുറിച്ച് വന്നപ്പോഴേക്കും നല്ല വെയിലായി. അവിടെ നമ്മൾ കുറച്ച് ചെടികളും കൂടി വയ്ക്കുന്നു. നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ്റെ താഴെയായാണ് കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. തറയിലും നട്ടിട്ടുണ്ട്, പോട്ടിലും നട്ടിട്ടുണ്ട്. കുറച്ച് 1, 2, 3 വാട്ടർ പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വലിയ പോട്ടിലായിരുന്നു വെച്ചിരുന്നത്. എന്നാൽ തവള ഉള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ മാറ്റി തൽക്കാലം ഒരു 2-3 ചെറിയ പോട്ടിലോട്ട് വാട്ടർ പ്ലാന്റ് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ ഒഴിച്ചെടുത്ത പോട്ടാണ്. ഇനിയും നമുക്ക് ചെടികൾ നടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പിന്നെ കാണിക്കാം. നമ്മൾ നേരത്തെ നട്ട് വെച്ചിരുന്ന കുറച്ച് ചെടികളുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നത്. എന്നാൽ ആ ചെടികളെല്ലാം ഇപ്പം നല്ല രീതിയിൽ വളർന്നു വേര് പിടിച്ച് നിൽക്കുകയാണ്. അത് നമ്മൾ ഈ കൂട്ടത്തിൽ മാറ്റുന്നില്ല. അത് നമ്മൾ കുറച്ച് പോട്ട് വാങ്ങിയതിന് ശേഷം മാത്രമേ ആ ചെടികൾ നടുന്നുള്ളൂ. നമ്മൾ നേരത്തെ വേര് പിടിപ്പിച്ച ചെടികളാണ് ഇതൊക്കെ. ആ നട്ട ചെടികളെല്ലാം പൊടിച്ചു. രാത്രിയായപ്പോഴാണ് ഓർത്തത് 2-3 ചെടികൾ അവിടെ വെച്ചിരുന്നു, അത് എടുത്തില്ല എന്ന്. അത് വൃത്തിയാക്കുന്നതിനിടയിൽ പെട്ടുപോയി. ഇന്നലെ കാണാതായ ചെടികൾ തിരക്കുകയാണ് ഞാൻ. അവസാനം അതും കിട്ടി. ചെടിയാണ് കാണാതെ പോയത്. അതിനോടൊപ്പം 1-2 ചെടികളും കൂടി കിട്ടി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ടുക.